ഈ സൈക്കിളിങ്ങനെ ഗ്രാമങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൽമാൻ ഈ കയറിൽ പിടിക്കും. ആൾക്കൂട്ടമുള്ള സ്ഥലത്തു നിന്ന് കയറിൽ പിടിച്ചിങ്ങനെ ശബ്ദം ഉണ്ടാക്കും. ഈ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ചുറ്റുമുള്ള കുട്ടികൾക്കൊക്കെ മനസ്സിലാവും സൽമാൻ വരുന്നുണ്ട് എന്ന്. അങ്ങനെ വരുന്ന സൽമാൻ്റെ അടുത്ത് നിന്ന് കുൽഫി വാങ്ങാനായി കുട്ടികൾ ഓടിയെത്തും. 5 രൂപ കൊടുക്കും, കുൽഫി വാങ്ങും, കഴിക്കും. സൽമാന് 14 വയസ്സാണ് പ്രായം. ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ ഈ കൊച്ചു കുട്ടികൾ തൊഴിലെടുക്കുന്നത് വളരെ അധികമാണ് എന്ന് പല കണക്കുകളും നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചെങ്കൽ ചുളകളിലും ഹോട്ടലുകളിലും മറ്റിടങ്ങളിലും ഒക്കെ കുട്ടികളെ കാണാം. ഇങ്ങനെ പ്രയാഗ്രാജിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ സ്കൂളുള്ള ദിവസം ഈ സാധനം വിറ്റ് നടക്കുന്നത് കണ്ടപ്പോഴാണ് സൽമാനോടൊന്ന് സംസാരിക്കാമെന്ന് കരുതിയത്. कैसे बनता है? हमको नहीं पता. कौन बनता है? मम्मी बुलाती. സൽമാൻ അറിയില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ സൽമാൻ ഇത് കൊണ്ട് നടന്ന് വിൽക്കും. അമ്മയാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. पापा भी कुल्फी का बिजनेस है. किधर? घर जाते हैं मलाका. ഇതാ ഒരുപാട് പേര് കുൽഫി വാങ്ങി കഴിക്കുന്നുണ്ട്. कैसे है कुल्फी? बढ़िया है. बढ़िया है. कैसे है? बढ़िया है. സൽമാന്റെ പ്രായത്തിലുള്ള കുട്ടികൾ പലരും സ്കൂളിൽ ഇരിക്കുമ്പോഴാണ് സൽമാൻ ഇങ്ങനെ വിൽപ്പന നടത്തുന്നത് അല്ലെങ്കിൽ കച്ചവടവുമായി ഗ്രാമങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. दोस्ते कहाँ? घर पे है. वो क्या करते हैं दोस्त लोग? फिरते हैं अभी. स्कूल जाते हैं. സൽമാനൊക്കെ വരും ദിവസങ്ങളിൽ സ്കൂളിലേക്ക് എത്തട്ടെ, പഠിച്ച് നല്ല ജോലിയൊക്കെ ചെയ്ത് ഗംഭീരമായി ജീവിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. അയ്യോ 5 രൂപയ്ക്ക് കേരളത്തിൽ കുൽഫി കിട്ടും? ഇല്ലല്ലോ, 5 രൂപ അല്ലല്ലോ, കിട്ടില്ലല്ലോ. ഞാൻ വാങ്ങിയ കുൽഫീനെ പൈസ കൊടുത്തിട്ടില്ല. ബാലവേല ഒരുപാട് അധികമുള്ള സംസ്ഥാനമാണ് ഈ UP. അതിലൊരു മാറ്റം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവുന്നില്ല എന്ന യാഥാർത്ഥ്യം വീണ്ടും മനസ്സിലാവുകയാണ് ഇപ്പോൾ ഈ പ്രയാഗ്രാജിലെ ഗ്രാമത്തിൽ നിന്ന് ഉണ്ടായത്. സൽമാൻ ബൈ ബൈ. മോട്ടോർ സൈക്കിൾ ഡയറി ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര തുടരുകയാണ്. ദീദി